ഇനി കോഴിക്കോട്ടേക്ക് അരയിടത്ത് പാലം ബസ് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. കൊമ്മേരി സ്വദേശി മുഹമ്മദ് സാനിഖാണ് മരിച്ചത്. അപകടത്തിന് പിന്നാലെ ഒളിവിൽ പോയ ബസ് ഡ്രൈവർക്കായി അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് RTO പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഗതാഗത വകുപ്പിന് സമർപ്പിച്ചു കഴിഞ്ഞു. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് രാഹുൽ സുരേഷ്, എപ്പോഴാണ് ഈ മരണം ഉണ്ടായത്? നിർഭാഗ്യകരം. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ അതീവ ദുഃഖകരമായ വാർത്തയാണ് ഈ ബസ് അപകടവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കോഴിക്കോട് അരയടത്ത് പാലത്ത് ഇന്നലെ വൈകിട്ടുണ്ടായ ബസ് അപകടത്തിൽ ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികനായിട്ടുള്ള മുഹമ്മദ് സാനിഖാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കൊമ്മേരി സ്വദേശിയായിട്ടുള്ള ഈ മുഹമ്മദ് സാനിഖ്. അല്പം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിൽ പോലീസ് പറയുന്ന അനുസരിച്ച് ഈ ബൈക്ക് യാത്രികനെ വെട്ടിച്ചു മാറ്റുന്നതിനിടെയാണ് ബസ് അപകടത്തിൽപ്പെടുന്നത്. ഈ ബൈക്ക് യാത്രികനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷമായിരുന്നു ഈ ബസ് അപകടത്തിൽപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ ചികിത്സയിലായിരുന്നു. ബാക്കിയുള്ള 50ഓളം ആളുകൾ ആശുപത്രി വിട്ടെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് സാനിഖ് ICUവിലായിരുന്നു. അല്പം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ ബസ് ഡ്രൈവർ ഇപ്പോഴും ഒളിവിലാണ്. ആരാണ് ബസ് ഡ്രൈവർ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എന്താണെങ്കിലും നരഹത്യ കുറ്റം കൂടി ഈ ഡ്രൈവർക്ക് മേൽ ചുമത്തുമെന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ രാത്രി മെഡിക്കൽ കോളേജ് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ എൻഫോഴ്സ്മെന്റ് RTO പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഗതാഗത വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിലും പറയുന്നത് അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ഈ ബൈക്കിനെ വെട്ടിച്ചു മാറ്റുന്നതിനിടെ നിയന്ത്രണം വിട്ട് തലകീഴായി മറിയുകയായിരുന്നു എന്നാണ്. എന്താണെങ്കിലും അതീവ ദുഃഖകരമാണ്. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഈ ബൈക്ക് യാത്രികനായിട്ടുള്ള മുഹമ്മദ് സാനിഖ്, കൊമ്മേരി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സാനിഖാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. ഓക്കെ, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.